നാം കണക്കുകൂട്ടിയിരുന്നു. പ്രപഞ്ചത്തിനു മേലെ വന്ന ഈ ദുരിതത്താൽ ത്രിദേവന്മാരുടെ ഓർമ്മ തിരികെ വരുമെന്നും അവർ വീണ്ടും അവരുടെ യഥാർത്ഥ രൂപത്തിലേക്ക് മടങ്ങി വരുമെന്നും. പക്ഷേ നമ്മുടെ ഈ ശ്രമം വിഫലമായി. നമുക്ക് മഹാദേവന്റെ ഓർമ്മ തിരികെ കൊണ്ടുവരാനായില്ല. മഹാദേവൻ മഹാദേവൻ മഹാദേവൻ, അങ്ങ് മഹാദേവന്റെ മഹിമ ഒരുപാട് വർണ്ണിക്കുന്നുണ്ട്. അങ്ങ് നമ്മുടെ ഗുരുദേവനല്ലായിരുന്നുവെങ്കിൽ നാം അങ്ങയുടെ ഏറ്റവും വലിയ ശത്രുവായേനെ. വിശ്വാസവഞ്ചന, അങ്ങ് വിശ്വാസവഞ്ചന പ്രവർത്തിച്ചിരിക്കുകയാണ്. എന്തിന് ഗുരുദേവ, എന്തിന്? മതിയാക്കൂ അന്ധക. അന്ധക, നീ ഇപ്പോൾ വിശ്വാസവഞ്ചന എന്ന് പറഞ്ഞ പ്രവൃത്തി, അത് നിന്റെ അവസാനമില്ലാത്ത അഹങ്കാരത്താൽ നിന്റെ മനസ്സിലുണ്ടായ ദുഷ്ടവിചാരങ്ങളിൽ നിന്നും നിന്നെ അകറ്റുവാനുള്ള നമ്മുടെ ശ്രമമായിരുന്നു. പക്ഷേ അത് വിഫലമായി. എന്നാൽ ഇപ്പോൾ സൃഷ്ടിക്കെതിരെ ഉണ്ടായിരിക്കുന്ന ഈ പ്രളയത്തെ ആർക്കും തടയാനാകില്ല. മാതേ, അവിടുത്തെ കണ്ണുകൾ നിറയുന്നത് എന്തിനാണ്? കാരണം ശിവ, ഇന്ന് സമ്പൂർണ്ണ പ്രപഞ്ചവും അപകടത്തിലാണ്. അതിനെ കേവലം നിനക്ക് മാത്രമേ രക്ഷിക്കാനാകൂ. മാതേ, അവിടത്തേക്ക് വിശ്വാസമുണ്ടോ നമുക്ക് പ്രപഞ്ചത്തെ രക്ഷിക്കാൻ സാധിക്കുമെന്ന്? അതെ ശിവ, കേവലം നിനക്ക് മാത്രമേ രക്ഷിക്കാനാകൂ. മാതേ, അവിടുന്ന് കണ്ണുനീർ തുടച്ചാലും നാം ഈ ചുമതല നിറവേറ്റിയതിനു ശേഷം നമ്മുടെ മാതാവിന്റെ പക്കൽ വേഗം തിരികെ വരുന്നതാണ്. എന്താ നീ എന്താണ് പറഞ്ഞത് ശിവ? നാം പറഞ്ഞത് നമുക്ക് അനുവാദം നൽകിയാലും മതി, നാം പോയി വേഗം തിരികെ വരുന്നതാണ്. നമ്മുടെ ശിവ, അങ്ങിതെന്താണ് പറഞ്ഞത് പ്രഭു? സകല ചരാചരങ്ങളുടെയും ദേവനാണ് അവിടുന്ന്. അങ്ങനെയുള്ള അങ്ങേക്ക് ഒരു വ്യക്തി മാത്രം എങ്ങനെ ഇത്രയും പ്രിയപ്പെട്ടതായി? നമുക്കറിയില്ല ഇതിന്റെ ഫലം എന്തായിരിക്കുമെന്ന്, പ്രപഞ്ചത്തിന് എന്ത് സംഭവിക്കുമെന്ന്. നമുക്കറിയാം ശിവ, നീ നമ്മെ ഏറെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ടാണ് നമ്മെ വിട്ട് എങ്ങോട്ടേക്കും പോകാൻ ഇഷ്ടപ്പെടാത്തത്, അല്ലേ? അതെ മാതേ, നാം അവിടുത്തെ തനിച്ചാക്കി എവിടെയും പോകുന്നതല്ല. നമ്മുടെ പുത്ര, നമ്മുടെ ജീവന്റെ കാരണം നമ്മുടെ ശിവയ. നിനക്ക് പോകണമെന്ന് തോന്നുന്നത് വരെയും നാം നിന്നെ എങ്ങോട്ടേക്കും അയക്കുന്നതല്ല. നമ്മോട് ക്ഷമിച്ചാലും ഋഷിവര്യ, ദയവ് തോന്നി മാതാ അനസൂയയ്ക്ക് മനസ്സിലാക്കി കൊടുത്താലും, അദ്ദേഹത്തെ തടയരുതെന്ന് പോകാൻ അനുവദിച്ചാലും, ഈ പ്രപഞ്ചത്തെ സർവനാശത്തിൽ നിന്നും രക്ഷിക്കുന്നതിനായി അദ്ദേഹം പോകേണ്ടത് അനിവാര്യമാണ് ഋഷിവര്യ. ദേവി,
ഈ സമയം അവിടുത്തെ സ്നേഹത്തിൽ മുഴുകുവാനുള്ളതല്ല. ഈ സമയം ശിവന്റെ ശിവത്വത്തെക്കുറിച്ച്, അവന്റെ ശക്തികളെക്കുറിച്ച് പരിചിതമാകേണ്ടതാണ്. ഈ പ്രപഞ്ചം സുരക്ഷിതമായാൽ മാത്രമേ അവിടുത്തെ സ്നേഹവും സുരക്ഷിതമാകൂ ദേവി. അപ്പോൾ മാത്രമേ അവിടത്തേക്ക് അവിടുത്തെ ശിവനൊപ്പം വസിക്കാനാവൂ. നമുക്ക് അങ്ങയുടെ വാക്കുകളുടെ അർത്ഥം മനസ്സിലായി ഋഷിവര്യ. നമുക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. ശിവ, സമ്പൂർണ്ണ പ്രപഞ്ചവും അപകടത്തിലാണ്. നമുക്ക് ആ അപകടം ഓർമ്മയുണ്ട് മാതേ. അവിടുന്ന് എന്നോട് ഇതിനെക്കുറിച്ച് പറഞ്ഞതാണ്. അതുപോലെ തന്നെ നിനക്ക് നിന്റെ യഥാർത്ഥ രൂപവും ഓർമ്മയുണ്ടാകേണ്ടതാണ് ശിവ. അവിടുത്തെ പുത്രനാണെന്നതിലുപരി നമുക്ക് മറ്റൊരു രൂപവും ഓർമ്മയിലില്ല മാതേ. പകരം അവിടുന്ന് ഇങ്ങനെ ചിന്തിച്ചാലും, അവിടുത്തെ പുത്രനായ ശിവയുടെ ശരീരത്തിനുള്ളിലാണ് ദേവന്മാരുടെ ദേവനായ മഹാദേവന്റെ സമസ്ത ശക്തികളും പൂർണ്ണ രൂപത്തിൽ കുടിയിരിക്കുന്നത് എന്ന്. നമുക്ക് നിന്റെ രീതികൾ അറിയുന്നതാണ് ശിവ. ഏത് രൂപമാണോ നീ സ്വീകരിക്കുന്നത്, ആ രൂപമാകും പിന്നെ നിന്റെ സ്വഭാവത്തിൽ തെളിയുന്നത്. ആ രൂപം മാറുന്നതിനായി സമയം വേണ്ടിവരും. പക്ഷെ ഇപ്പോൾ സമയത്തിന്റെ പ്രാധാന്യം കൂടുതലാണ് ശിവ. ഈ ബാലരൂപത്തിൽ നിന്നും പുറത്തേക്ക് വരൂ. ഓർമ്മിക്കാൻ ശ്രമിക്കൂ നിന്റെ ആ ദിവ്യവും വിശാലവുമായ സ്വരൂപത്തെ. ഓർമ്മിക്കാൻ ശ്രമിക്കൂ. ശ്രമിക്കുകയാണ് മാതേ, പക്ഷെ ഓർമ്മയിൽ വരുന്നതേയില്ല. നന്ദി, അവിടുന്ന് നമ്മുടെ പുത്രന് അവന്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നൽകിയാലും അവിടുന്ന് ഇവനെ ഓർമ്മപ്പെടുത്തുകയാണെങ്കിൽ ചിലപ്പോൾ ഇവന്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ലഭിക്കുമെന്ന് തോന്നുന്നു. പറഞ്ഞാലും മിത്രമേ. ക്ഷമിച്ചാലും പ്രഭു, അവിടുത്തെ യഥാർത്ഥ സ്വരൂപത്തിന്റെ ഓർമ്മകൾ അവിടത്തേക്ക് തിരിച്ചു നൽകുവാനുള്ള അത്ര ശക്തി നമുക്കില്ല പ്രഭു. നമുക്ക് കേവലം അവിടുത്തെ കഥകൾ പറഞ്ഞു തരാൻ മാത്രമേ സാധിക്കൂ. കഥകൾ കേൾക്കുന്നത് നമുക്ക് പ്രിയപ്പെട്ട കാര്യമാണ് മിത്രമേ. പറഞ്ഞാലും ഈ കഥ നടക്കുന്ന സമയത്തും പ്രപഞ്ചത്തിനുമേൽ ഇതുപോലൊരു വലിയ അപകടം വന്നിരുന്നു പ്രഭു. പിന്നെ എന്തുണ്ടായി മിത്രമേ? അപകടം എങ്ങനെയാണ് ഒഴിവാക്കാൻ കഴിഞ്ഞത്? അപകടം ഒഴിവാക്കുന്നതിനായി സകല ദേവന്മാരും നാരായണന്റെ അടുക്കൽ പോയിരുന്നു. അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചിരുന്നു. നാരായണൻ അവർക്കൊരു മാർഗം കാണിച്ചു കൊടുത്തു. ദേവന്മാരെ, നിങ്ങൾക്ക് നഷ്ടമായ ആത്മവിശ്വാസവും ഐശ്വര്യവും സ്വർഗവും വീണ്ടും പ്രാപ്തമാക്കാൻ ഒരേ ഒരു ഉപായം മാത്രമാണുള്ളത്: പാലാഴി മഥനം. നിർദ്ദേശം നൽകിയാലും പ്രഭു,
നാം തീർച്ചയായും പാലാഴി മഥനം നടത്തുന്നതാണ്. പക്ഷെ അതത്ര നിസ്സാരമായിരിക്കില്ല ദേവരാജൻ. വിശാലമായ സമുദ്രത്തിന്റെ മഥനം നിങ്ങൾ ദേവന്മാർക്ക് തനിച്ച് ചെയ്യാനാകില്ല. ഈ കർമ്മത്തിനായി അസുരന്മാരും ഭാഗമാകേണ്ടതുണ്ട്. പക്ഷേ പ്രഭു, അസുരന്മാർ ഞങ്ങൾ ദേവന്മാരുടെ ശത്രുക്കളാണ്. ആവശ്യങ്ങൾ ശത്രുക്കളെ പോലും മിത്രങ്ങളാക്കി മാറ്റും. മനസ്സിലുള്ള ആഗ്രഹം സാധ്യമാക്കുന്നതിന് നിങ്ങൾക്ക് ഒരുമിച്ച് തന്നെ പാലാഴി മഥനം നടത്തേണ്ടതായി വരും. പിന്നെ ദേവന്മാർ എന്താണ് ചെയ്തത്? ദേവന്മാർ അസുരന്മാർക്കൊപ്പം ചേർന്ന് പാലാഴി മഥനം നടത്തി പ്രഭു. പക്ഷേ സമുദ്രമെന്നാൽ വിശാലമാണല്ലോ മിത്രമേ. അതിന്റെ മഥനം എങ്ങനെയാണ് ചെയ്തത്? മന്ദരപർവ്വതത്തെ കടക്കോലാക്കി മാറ്റി. അങ്ങയുടെ കണ്ഠത്തിൽ കഴിയുന്ന വാസുകി നാഗത്തെ വടമാക്കി മാറ്റി. പക്ഷേ സമുദ്രത്തിൽ പർവ്വതം എങ്ങനെ നിൽക്കും? പ്രഭു, അതെല്ലാം അവിടുന്നാണ് ചെയ്തത്. ഇപ്പോൾ വീണ്ടും ഈ പ്രപഞ്ചത്തിന് ഒരിക്കൽ കൂടി അങ്ങയുടെ ആവശ്യം വന്നിരിക്കുന്നു. അങ്ങയ്ക്ക് ഓർമ്മ തിരികെ വന്നില്ല എങ്കിൽ ഈ പ്രപഞ്ചത്തെ പ്രളയം വിഴുങ്ങുന്നതിൽ നിന്നും ആർക്കും തടയാനാവില്ല. कथा है ये उस समय की जब स्वर्ग हुआ श्रीहीन देव असुर ने ദേവന്മാരെ, विचार മന്ദരപർവ്വതത്തെ താങ്ങി നിർത്താനായില്ലെങ്കിൽ സമുദ്രമഥനം അസംഭവ്യമാകും. समुद्र मंथन की അല്ലയോ നാരായണ, നമുക്കൊരു മാർഗം പറഞ്ഞു തന്നാലും, ഞങ്ങളുടെ ഈ സങ്കടം അകറ്റിയാലും. നിസ്സഹായരായ ദേവന്മാരുടെ പ്രാർത്ഥന കേട്ട് നാരായണൻ കൂർമാവതാരം സ്വീകരിച്ചു. സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് പോയി മന്ദരപർവ്വതത്തെ താങ്ങി അതിനൊരു അടിസ്ഥാനം നൽകി പ്രഭു. മന്ദരപർവ്വതം ജലത്തിൽ ഉറഞ്ഞു നിന്നപ്പോൾ അവർ സമുദ്രമഥനം ആരംഭിച്ചു. സമുദ്രമഥനം ആരംഭിച്ചപ്പോൾ തന്നെ സമുദ്രത്തിനടിയിൽ നിന്നും ആദ്യമായി കാളകൂട വിഷം പുറത്തേക്ക് വന്നു 4 ഭാഗത്തേക്കും പടർന്നു. അത്തരമൊരു സാഹചര്യത്താൽ എല്ലാവരും ക്ഷീണിതരായി. ഇരുഭാഗത്തും പ്രശ്നങ്ങൾ ആരംഭിച്ചു. है मंथन की ഈ അപകടത്തെ തടയുവാനുള്ള സാമർഥ്യം നമ്മിലില്ല നാരായണ. ഇതിനെ നമുക്കും തടയാനാകില്ല ബ്രഹ്മദേവ. പിന്നെ ആരാണ് അതിനെ തടഞ്ഞു നിർത്തിയത് മിത്രമേ? ശരി, വിഷം തടഞ്ഞു നിർത്തിയത് ആരാണെന്ന് ഇനി ചോദിക്കില്ല. പക്ഷേ അവിടുന്ന് ആദ്യം ഇത് പറഞ്ഞാലും സമുദ്രത്തിൽ കേവലം വിഷം മാത്രമാണോ ഉണ്ടാവുക? അല്ല പ്രഭു, സമുദ്രത്തിൽ ജലജീവികളുണ്ടാകും, അമൂല്യ വസ്തുക്കളും ഉണ്ടാകും. അതിനാൽ സമുദ്രമഥനത്തിൽ വിഷത്തിന് പുറമെ ഒരുപാട് അമൂല്യ വസ്തുക്കളും പുറത്തേക്ക് വന്നിരുന്നു. ആ അമൂല്യ വസ്തുക്കളുടെ പേരെന്താണ് മിത്രമേ? കാമധേനു എന്ന പശു, ഉച്ചയി ശ്രവസ് എന്ന കുതിര, ഐരാവതം എന്ന ആന, കൗസ്തുഭം എന്ന ആഭരണം, കൽപ്പവൃക്ഷം, അപ്സരസായ രംഭ, വാരുണി, പാരിജാത വൃക്ഷം, പാഞ്ചജന്യ ശംഖ്, ചന്ദ്രൻ, ധന്വന്ത്രി വൈദ്യൻ, ദേവി ലക്ഷ്മി, കൂടാതെ അമൃത കലശവും പ്രഭു. ആ വിഷത്തിൽ നിന്ന്
ആ അമൂല്യ വസ്തുക്കളും പ്രപഞ്ചവും സംരക്ഷിക്കുന്നതിനുള്ള മാർഗവും നാരായണൻ തന്നെയാണ് കണ്ടെത്തിയത് പ്രഭു. പ്രഭു അവിടുന്ന് സംരക്ഷകനാണ്. സമസ്ത പ്രപഞ്ചത്തിന്റെയും സുരക്ഷയ്ക്കായി അവിടുന്ന് ഒരു ഉപായം കണ്ടെത്തിയേ മതിയാകൂ. നാമും നിസ്സഹായനാണ് ബ്രഹ്മദേവ. അപ്പോൾ ഇത് ചെയ്യാൻ ആർക്കാണ് കഴിയുക നാരായണ? ഒരുപക്ഷെ മഹാദേവന് സാധിക്കും. മഹാദേവനോ? നാം അദ്ദേഹത്തോട് അപേക്ഷിക്കേണ്ടതുണ്ട്. മഹാദേവ, ദുഃഖിതയാകാതിരിക്കൂ പ്രിയേ. ഈ പ്രപഞ്ചത്തിന്റെ വേദന നമ്മുടെ വേദനയാണ്. ഈ പ്രപഞ്ചത്തിന്റെ ദുഃഖം നമ്മുടെ ദുഃഖമാണ്. പ്രപഞ്ചത്തെ രക്ഷിക്കണമെങ്കിൽ ഈ വിഷത്തെ നാം പാനം ചെയ്യണം. നാം പാനം ചെയ്യണം. നാം പാനം ചെയ്യണം. മഹാദേവ, പക്ഷേ അവിടുന്ന് അങ്ങനെ മഹാദേവൻ വിഷം പാനം ചെയ്യുവാനുള്ള തീരുമാനമെടുത്തു. അനന്തമായ ആകാശത്തു നിന്നും വിഷത്തെ പാനം ചെയ്ത് പ്രപഞ്ചത്തെ വിനാശത്തിൽ നിന്നും രക്ഷിച്ചു. ദിവ്യത്വം, സന്തോഷം, പിന്നെ അമൂല്യ വസ്തുക്കളും എല്ലാം സുരക്ഷിതമായി. ഇതൊരു അത്ഭുത കഥയാണ്, അവിശ്വസനീയം തന്നെ. അല്ല ശിവ, ഇത് കഥയല്ല, സത്യമാണ്. വിഷം പാനം ചെയ്ത മഹാദേവനും സത്യമാണ്. ഇന്ന് നാം ആ സത്യത്തെ തിരികെ കൊണ്ടുവന്നേ മതിയാകൂ പുത്ര. ഇന്ന് നീ ഈ പ്രപഞ്ചത്തെ വിനാശത്തിൽ നിന്നും രക്ഷിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് ശിവ. ആജ്ഞ പോലെ മാതേ. നാം വിഷം പാനം ചെയ്യുന്നതിലൂടെ പ്രപഞ്ചം വിനാശത്തിൽ നിന്ന് രക്ഷപ്പെടുമെങ്കിൽ ഈ കർമ്മം നാം തീർച്ചയായും ചെയ്യുന്നതാണ്. പറഞ്ഞാലും മിത്രമേ, നാം വിഷം പാനം ചെയ്യുന്നതിനായി എവിടെയാണ് പോകേണ്ടത്? അനുവാദം നൽകിയാലും മാതേ, ഒപ്പം അവിടുത്തെ ആശീർവാദവും.